ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഈസി പാലപ്പമാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ ആ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് ചൂടുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടു. പിന്നെ 1 ടീസ്പൂണ് ഉപ്പ്, പിന്നെ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് വേണം. ഞാൻ ആ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ. ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി എന്നിട്ട് ഈ കയ്യിലോട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതേ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇളക്കിയപ്പോൾ ആ മാവ് കുറച്ച് കട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ കയ്യിലോണ്ട് നന്നായി യോജിപ്പിക്കണം. അതിനുശേഷം ഞാനത് ഒരു കാസറോൾ എടുത്തു. അതിലേക്ക് ഞാനൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. കാസറോൾ തന്നെ നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കാസറോൾ എടുത്തു എന്ന് മാത്രം. അതിലേക്ക് ഈ മാവ് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. ഇതിങ്ങനെ അരമണിക്കൂർ ഇരിക്കണം. അരമണിക്കൂറിന് ശേഷം ഞാനിത് തുറന്നു നോക്കിയപ്പോൾ മാവൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിക്കണം. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാം തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാലപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഞാനത് ആ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ പാലപ്പത്തിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഓരോ ഹോൾസ് വരും. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ പാലപ്പത്തിൻ്റെ ചട്ടിയിൽ അധികം കുഴിയില്ലാത്ത കാരണം കേട്ടോ അതിങ്ങനെ വന്നത്. നല്ലോണം കുഴിയുള്ള ചട്ടിയാണെങ്കിൽ നന്നായിട്ട് നടുക്കിൽ നല്ലോണം പൊങ്ങി വരും. ഇതാ കണ്ടില്ലേ, പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. എൻ്റെ മോൾക്ക് ഇത് ഇങ്ങനെ ചില കുട്ടികൾക്കൊക്കെ ഇങ്ങനെയാവും ഇഷ്ടം. ഇങ്ങനെ ആ അരികൊക്കെ നന്നായി മൊരിഞ്ഞ് വരണതാവും ഇഷ്ടം. അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്കിങ്ങനെ ഒരു വെള്ള നിറം മാത്രം വരുമ്പോൾ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. കയ്യിൽ വെച്ചിട്ട് ദോശ പരത്തണ പോലെ പരത്തിയിട്ട് അത് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതേ നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദുള്ള പാലപ്പമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്